കാലഘട്ടത്തെ ഉപ്പ ഒരുപാട് കഷ്ടപ്പെട്ടാണ് സാറിനെയൊക്കെ വളർത്തിയത്. അന്നത്തെ സാഹചര്യം ഇന്നത്തെ കുട്ടികളോട് പറയുമ്പോൾ അത് ഇല്ല, അവർക്കും ഈ അതിൽ വലിയ അവെയറായിപ്പോയി. ആ ഒന്നും നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാനേ ഇല്ല. അച്ഛനും മക്കളുള്ള ബന്ധം, ആ ബന്ധങ്ങൾക്കും ഒരുപാട് വിള്ളൽ, ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ക്യാമ്പസ് വിദ്യാഭ്യാസം കൊണ്ട് വലിയ ആ ഒരു കുടുംബ ബന്ധത്തിലുള്ള അതെല്ലാം നഷ്ടമുകൊണ്ട് വരുന്നു. ഇപ്പോൾ ഊട്ടിയിലും അവിടെ ഇവിടെയല്ലേ കോൺവെൻറ്റിൽ പഠിച്ച കുട്ടികൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു, മാതാപിതാക്കളെ വൃദ്ധസനത്തിലേക്ക് അത് ഒരു മാറ്റമായി വരുന്നു എല്ലാത്തിനും. കാരണം ഒരു പണ്ടൊക്കെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് അറിയാൻ കൊച്ചുകുട്ടികൾക്ക് അറിയാൻ കഴിയുമായിരുന്നു. ഇന്ന് അതുപോലെ അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ അങ്ങനെ വന്നു. ഇത് നാടിന് ആപത്ത്, തീർച്ചയായിട്ടും ആപത്ത്. ബന്ധങ്ങൾക്ക് വില കുറഞ്ഞുകൊണ്ട് വരുന്നു. ഉപ്പാനും വയസ്സുള്ള ആളെല്ലാം അവർക്കത് പ്രാരബ്ധ ഒരു 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 അസുഖമായിട്ട് വരുന്നവർക്ക്. പിന്നെ ഈ മെഡിക്കൽ ഫീൽഡെല്ലാം വളരെ വളരെ വെറും കമേഴ്സ്യലായിട്ട് മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും. താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് വൈഫ് അവൾക്കും അങ്ങനെ ഒരു മാരകമായൊരു പിന്നെ സോക്കറുണ്ടായിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ വന്നു, അത് ബാംഗ്ലൂർ പോയി. പിന്നെ മക്കളെ മൂത്ത കുട്ടി KS അബ്ദുല്ല എന്ന് പറഞ്ഞൊരു ഇവിടെ ഉണ്ടായിരുന്നു, മൽക്കനാട് ഹോസ്പിറ്റലിൽ എൻ്റെ ചെയർമാനായിരുന്നു. അയാളൊരു മകനാണ് എൻ്റെ മൂത്ത മകളെ കെട്ടിയത്. എനിക്ക് 4 കുട്ടികൾ, 2 ആണും 2 പെണ്ണും. ഒന്ന് അബ്ദുല്ലാൻ്റെ മകൻ കെട്ടി, പിന്നൊന്ന് ബാംഗ്ലൂരിൽ ഇപ്പോൾ ശിവാജി നഗറിലെ MLA ആണ്, NA ഹാരിസ്. 2 ചെയ്താ വന്നിട്ടുണ്ടാവും. എൻ്റെ രണ്ടാമത്തെ മകളുടെ ഭർത്താവാണ്. അവനും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിക്കാരൻ. വർഗവും മതവും ഈ ജാതിയുമായിട്ടുള്ള ആ നിലയിൽ ചിന്തിക്കുന്ന ആ ടൈപ്പില്ല. മൂന്നാമത്തെ മകന് വീടുള്ള നാലാമത്തേന് ഫൈസൽ. മൂന്നാമത് എൻ്റെ കോൺട്രാക്ടർ ഫീൽഡിലുണ്ട്, ഇവനുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ഒട്ടനവധി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു വിജയം കണ്ടെത്തുന്നത്. ഈ വിജയത്തിനോട് താങ്കൾക്ക് ആരോടെങ്കിലും കടപ്പാടുണ്ട്? ഉണ്ട്, എൻ്റെ ബ്രദേഴ്സോട് വലിയ കടപ്പാട്. ഇത് ഒത്തൊരുമിച്ച് പോകാൻ സഹായിച്ചത്. പിന്നെ എനിക്ക് ഈ മാർഗദർശനം തന്ന ഫാദറോടും. നല്ല കൃഷിക്കാരനായിരുന്നു, കൃഷി എന്നല്ലെങ്കിൽ ജീവൻ. ഒരുപക്ഷെ അദ്ദേഹം തന്ന ഉപദേശം നമ്മൾ സ്വീകരിച്ചില്ലായിരുന്നു ഇങ്ങനെയൊന്നും ആയിത്തീരാൻ സാധിക്കില്ലായിരുന്നു. ആയിരിക്കാം. അദ്ദേഹം പറഞ്ഞു എന്ത് ഏറ്റവും വലിയ മാർഗദർശിയും താങ്കളുടെ റോൾ മോഡലുമായിരുന്ന പിതാവ് താങ്കൾക്ക് എന്ത് ഉപദേശമാണ് തന്നത്? അല്ല, അന്യാളെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാനോ അവരെ കാര്യത്തിലേക്ക് ഒരു വിഷമം ഉണ്ടാക്കാനോ ചിന്തിക്കാനേ പാടില്ല. നമ്മുടെ പണിയായി, നമ്മൾ ആ ലൈനിൽ ജീവിക്കാൻ പഠിച്ചു. വിദ്യാഭ്യാസം ഉണ്ടായില്ല പകുതിയിൽ. പക്ഷേ ഇത്രയും വലിയ ഒരു കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വ്യക്തമായി പറയുകയും മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് അത് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അല്ല, മക്കളെ സംസ്കാരം പഠിപ്പിക്കുകയും നേർവഴിക്ക് നയിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തി. അതുപോലെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് ഏറ്റവും അന്നത്തെ കാലഘട്ടത്തിലുള്ള ആ സാഹചര്യവും ഒക്കെയാണ്. ഒരുപാട് ബുക്കുകൾ വായിക്കാറുണ്ട്. ഞാൻ വായിക്കും, എനിക്ക് വലിയ ഇഷ്ടം. ഒരു 10 മിനിറ്റ് കിട്ടിയാൽ വായനാശീലം പണ്ട് മുതലേ ഉണ്ട്. ഞാൻ കാറിൽ പോയാലും ഒരുപാട് വായിക്കും. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു പുസ്തകം ഏതാണ്? ഈ ഗാന്ധിജിൻ്റെ ജവഹർലാൽ നെഹ്റു എഴുതിയ സത്യാന്വേഷണം എന്ന് പറയുന്ന അത് ബുക്ക് അയച്ചു. അത് വളരെയധികം അതിൽ വലിയ അർത്ഥവത്തായ കാര്യങ്ങളിലേക്ക് പിന്നെ വലിയൊരു വീക്ഷണം അതിലൂടെയാണ് ആ ഒരു വിഷൻ അദ്ദേഹത്തിൻ്റെ ആ ബുക്ക് കിട്ടി. ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യാനാണ്? ഇല്ല, എന്നെ കുട്ടികളിലൂടെ നല്ല നിലക്ക് തീരെ കാണണം എന്നൊരു ആഗ്രഹം. എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. നമുക്കൊരു വിവാദത്തിലേക്ക് അന്നും ഇഷ്ടമില്ല, ഇന്നും ഇഷ്ടമല്ല. ഒരു വിവാദത്തിൽ പാഞ്ഞു ചാടിയില്ല. ഏത് ശത്രു ഉണ്ടെങ്കിൽ എനിക്കത് അവരടുത്ത് കാണാനും അവരോട് സംസാരിക്കാനും പിന്നെ അവരുടെ പ്രശ്നത്തിൽ ഇടപെടാനും എനിക്ക് ഒരർപ്പുമില്ല. ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ്, ഒരു ജനസമ്മതിയുള്ള ഒരാളാണ്, സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരാളായി മാറാൻ അയാൾക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താണ്? സത്യസന്ധത, അത് വേണ്ട. കഠിനാധ്വാനം, സത്യസന്ധത. അത് വെറും ഈ സ്വാർത്ഥത്തിലേക്ക് മനുഷ്യൻ വീണ് കഴിഞ്ഞ് അത് മെഡിക്കലി ഇപ്പോൾ പറഞ്ഞറിയിക്കാതെ മാതിരി ആയിപ്പോയി. ഇവിടുന്ന് പോയിട്ടൊരു ഡോക്ടറെ കാണിച്ചാൽ അവിടെ എന്തെല്ലാം മെഷറുണ്ട് അത് മുഴുവൻ എൻ്റെ ചെക്ക് ചെയ്യാൻ എഴുതും. ഇതും കൊണ്ട് ഇതിനപ്പുറം പോയാൽ ഇതൊന്നും ഓനെ കാണില്ല, അത് വെച്ചിട്ട് വേറെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എന്തിനിത് ചെയ്യുന്നതെന്നറിയില്ല.
ഇല്ല, ഇവിടുന്നെടുത്ത എക്സ്റേയും മറ്റേ എക്സ്റേ എന്ത് വ്യത്യാസമുണ്ട്? അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതൊന്നും പറ്റില്ല. അത് മാറ്റിവെച്ച് വേറെ എക്സ്റേ എടുക്കും. അതാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് താങ്കളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു രാഷ്ട്രീയക്കാരനാവട്ടെ, ഒരു നല്ലൊരു ബിസിനസ്സുകാരനാവാൻ കഴിയട്ടെ, താങ്കൾ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം എന്താ? രാഷ്ട്രീയക്കാരനാണ്ടാന്ന് എൻ്റെ അഭിപ്രായം. ഒരു നല്ല ബിസിനസ്സുകാരൻ അതൊക്കെ അവരവരുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുവരാനുണ്ട്. തൊഴിൽ എടുത്ത് ജീവിക്കാൻ പഠിക്കണം. രാഷ്ട്രീയക്കാരനായില്ലെങ്കിൽ രാഷ്ട്രത്തെ സേവിക്കാൻ കഴിയില്ല. രാഷ്ട്രീയത്തോടു കൂടി രാഷ്ട്രത്തെ സേവിക്കണം എന്നില്ലല്ലോ, അതില്ലല്ലോ. അല്ലാതെ നമുക്ക് ജനങ്ങൾ എത്ര പേര്, ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് മഹാത്മാന്മാർ ജനങ്ങളെ സേവിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഒരുപാട് നന്ദി. തിരക്കേറിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി. സന്തോഷം. ജനാബ് മൊയ്തീൻകുട്ടി ഹാജിയുമായുള്ള അഭിമുഖം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, വ്യവസായ രംഗത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ അറിയാൻ കഴിയും. ഒരുപാട് നല്ല ഉദാഹരണങ്ങൾ. അധികാരമില്ലാതെയും ജനങ്ങളെ സേവിക്കാൻ കഴിയും. ജനങ്ങളെ, സമൂഹത്തെ നമുക്ക് നേർവഴിക്ക് നയിക്കാൻ കഴിയും. സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വാക്ക്, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കുക, നമ്മുടെ ജീവിതമാർഗമായി മുന്നോട്ട് പോകുക. സത്യസന്ധത കൈമുതലാക്കി വെക്കുക. കുടുംബത്തിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുക. എത്ര അർത്ഥങ്ങൾ ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭകൾ ഉള്ള ജില്ല ഏതാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പർ ഞങ്ങളെ വിളിച്ചറിയിക്കാം. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.